വിദ്യാഭ്യാസ മന്ത്രിയുമായുള്ള LPST റാങ്ക് ഹോൾഡേഴ്സ് നടത്തിയ ചർച്ചയിലും പൂർണ്ണ പ്രശ്നപരിഹാരമായില്ല. അവസാനിപ്പിച്ചത് നിരാഹാര സമരം മാത്രം. ആവശ്യങ്ങൾ അംഗീകരിക്കുവരെ സെക്രട്ടേറിയറ്റ് മുന്നിലെ സമരം തുടരുമെന്നും ഉദ്യോഗാർത്ഥികൾ അറിയിച്ചു. മന്ത്രി എൻ ഷംസുദ്ദീനുമായി നടത്തിയ ചർച്ചയിൽ 13 ദിവസം നീണ്ട നിരാഹാര സമരം മാത്രമാണ് LPST റാങ്ക് ഹോൾഡേഴ്സ് അവസാനിപ്പിച്ചത്. ഉദ്യോഗാർത്ഥികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരും. ഇനി അങ്ങോട്ട് 45 ദിവസത്തോളം നമ്മളിവിടെ പ്രതിഷേധങ്ങളോ ഒന്നുമില്ലാതെ സമാധാനപരമായി നമ്മളിവിടെ ഉണ്ടാവും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. നമ്മളത് അവിടെ ഒഫീഷ്യൽ അവിടെ അറിയിച്ചതാണ്. അതേസമയം വിദ്യാർത്ഥികൾ ഉന്നയിച്ച പ്രശ്നം പഠിച്ച ശേഷം പരിഹരിക്കുമെന്ന് ഉദ്യോഗാർത്ഥികളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രതികരിച്ചു. ഉന്നയിച്ച ആവശ്യങ്ങൾ അത് ആദ്യം ഞങ്ങളൊന്ന് അതിന്റെ ഒരു ഹോംവർക്ക് നടത്തിയിരുന്നു, എങ്ങനെയൊക്കെയാണ് അതിന് പോകാൻ കഴിയുന്നത്. അപ്പൊ ആ കാര്യങ്ങൾ പരസ്പരം സംസാരിച്ചു. അതിന്റെ പ്രായോഗിക പ്രശ്നങ്ങളുടെ പ്രാഥമികമായ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. അപ്പൊ അതിൽ സമരസമിതി ഉന്നയിച്ചതിൽ ഉൾക്കൊള്ളാവുന്ന കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പരിഹാരത്തിലേക്ക് പോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അപ്പൊ അതിൽ 1-2 കാര്യങ്ങളിൽ ധാരണയാക്കാൻ സാധിച്ചു. പ്രധാനമായും 4-5 പ്രശ്നങ്ങളാണ് സമരസമിതി ഉന്നയിച്ചിരുന്നത്. അധ്യാപക വിദ്യാർത്ഥി അനുപാതം കുറയ്ക്കുക, എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക തസ്തിക നിയമനം PSC മുഖേന ആക്കുക, നിലവിലെ LPST റാങ്ക് പട്ടികയുടെ കാലാവധി നീട്ടുക എന്നിവയാണ് ഉദ്യോഗാർത്ഥികളുടെ പ്രധാന ആവശ്യം. 37 ദിവസമായി LPST റാങ്ക് ഹോൾഡർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം തുടങ്ങിയിട്ട് സെപ്റ്റംബർ 24-നകം പരിഹാരമായില്ല എങ്കിൽ വീണ്ടും കടുത്ത പ്രതിഷേധങ്ങളിൽ കടക്കാനാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. ജനം, തിരുവനന്തപുരം.